ഹലോ ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് ഷിഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഇനി ഇങ്ങനെ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന്. ഓക്കെ ഗൈസ്, അപ്പം എല്ലാവർക്കും സ്വാഗതം നമ്മളെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് എടുത്തത് വിക്ടോറിസാണ്. വിക്ടോറിസിൻ്റെ LXA, അതായത് ബേസ് വേരിയൻറ്റ്. ഇനി മുതൽ നമ്മൾ കുറച്ചൊക്കെ ബേസ് വേരിയൻ്റാണ് ഇടുക, പിന്നെയാണ് സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷനൊക്കെ കാർഡ് ഇടുക, കാറിൻ്റെയൊക്കെ വേരിയൻസ് ഇടുക. കുറച്ച് കാലത്തേക്കൊക്കെ ബേസ് വേരിയൻ്റ് തന്നെയാണ്, എല്ലാത്തിൻ്റെയും ബേസ് വേരിയൻ്റാണ് ഇടുക. കാരണം പലരും അത് ആവശ്യക്കാരുണ്ട്. ഓക്കെ, നമ്മൾ പതുക്കെ പോകുന്നുള്ളൂ, ഓടിച്ചൊന്നും പോകുന്നില്ല. ഫ്രണ്ട് ഗ്ലാസ് ഏരിയ നോക്കുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഗ്ലാസ് ഏരിയയാണ്. വൈപ്പറൊക്കെ ഉള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ്. പിന്നെ ബോണത്തിനൊക്കെ വരുമ്പോൾ കുറച്ച് നീറ്റായിട്ട് തന്നെയാണ്. ക്യാരറ്റ് ലൈറ്റ്സ് ഉണ്ട്, പിന്നെ നീറ്റായിട്ട് തന്നെയാണ്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കേസ് വരുമ്പം അവിടെ ഒരു 1 2 3 4 ക്യൂബും ഒരു വരയും പിന്നെ ഒരു ഫുൾ വര, സുസൂക്കിൻ്റെ മേലുള്ള ഒരു ഫുൾ വര, അങ്ങനെ ഫുൾ ജോയിൻ്റ് ആയിട്ട് കിടക്കും. ഇതിപ്പോൾ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ LED ആയിരിക്കും. പക്ഷേ ബേസ് വേരിയൻറ്റിൽ ഇതിപ്പോൾ നിലവിൽ അത് ഒരു ക്രോം ഫിനിഷാണ്. ഇനിയിപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാംപ്സ് ആട്ടോ വരിക. പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാംപ്സ് ആണ്. അതിൻ്റെ അപ്പുറത്ത് പാർക്കും, ഈ പാർക്ക് കത്തി കിടക്കുന്ന പാർക്കും, അതിൻ്റെ അപ്പുറത്ത് ചെറുതായിട്ട് ഇൻഡിക്കേറ്ററും, പിന്നെ ഇതാണ് പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാംപ്സ്. പിന്നെ നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ ഒരു സ്ലോട്ട് ഇവിടെ വരുന്നുണ്ട്, പക്ഷേ ഇപ്പം നിലവിൽ ഇതിൻ്റെ അകത്തില്ല. പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. സുസുക്കിൻ്റെ ലോഗോ കുഴപ്പമില്ലാത്ത ഒരു ബമ്പറിൻ്റെ ഡിസൈന്. ഇതൊക്കെയാണ് മുമ്പിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുമ്പം നമുക്ക് ആദ്യം തന്നെ വരുമ്പോൾ ഫെൻഡറിലൊന്നല്ല ഇൻഡിക്കേറ്റർ, മിററിൽ തന്നെയാണ്. പിന്നെ മിറർ മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്, പക്ഷേ ഇൻഡിക്കേറ്റർ ആ ഡോർ മിററിൻ്റെ അടുത്ത് തന്നെയാണ്, മിററിലാണ്. പിന്നെ ഡോർ ഹാൻഡിൽസ് ആയാലും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. A പില്ലറും B പില്ലറും ബോഡി കളറാണ്. C പില്ലർ ബ്ലാക്ക് കളറിലാണ്. അതിൻ്റെ ബാക്കിലൊരു ബ്ലാക്ക് പോർഷൻ പോലെ വരുന്നുണ്ട്. പിന്നെ 17 ഇഞ്ച് ടയേഴ്സാണ്. അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഒക്കെ ഉണ്ട്. ടയറിൻ്റെ മുകളിൽ കൂടെ ക്ലാഡിങ് ഉണ്ട്, അടിയിൽ കൂടെയും ചെറിയൊരു ക്ലാഡിങ് ഇങ്ങനെ പോകുന്നുണ്ട് ബ്ലാക്ക് കളറിൽ. പിന്നെ റൂഫ് റെയിൽ ഇതിൻ്റെ അകത്തില്ല. അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ, പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല. ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് റൂഫ് റെയിൽ വരുന്നില്ല, ബാക്കിയെല്ലാം മനസ്സിലാവും. ഇതാണൊരു ബാക്ക് പോർഷൻ. ഞാൻ പറഞ്ഞ ബ്ലാക്ക് പോർഷൻ ഇതാട്ടോ, ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ബാക്ക് പോർഷനിലേക്ക് വരുമ്പോൾ സ്പോയിലർ, കമ്പനി സ്പോയിലർ, പിന്നെ ഷാർഫിൻ ആൻറ്റിന വരുന്നുണ്ട്. പിന്നെ വലിയൊരു ഗ്ലാസ് ഏരിയയാണ്. അതിൻ്റെ അകത്ത് ഡീഫോഗർ വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നില്ല, പക്ഷെ ഡീഫോഗർ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ LED കണക്റ്റഡ് ടെയിലാംസാണ് സെക്കൻഡ് വേരിയൻ്റ് മുതൽ വരിക. പക്ഷേ ബേസ് വേരിയൻറ്റിൽ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഉണ്ടാവുക. ഈ ഒരു ഉലായും കണ്ടോ ഇങ്ങനെ പോണേ, ഇത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് ചുവപ്പ് ലൈറ്റ് എത്തി കിടക്കുന്നുണ്ടോ, അതായിരിക്കും ഫങ്ഷൻ ചെയ്യുക. പിന്നെ അതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും വരിക, ഈ റെഡ് കളറിൽ. പിന്നെ ഇതിൻ്റെ താഴെ ഒരു റിഫ്ലക്റ്റർ ഉണ്ട്, അതിൻ്റെ അടിയിലായിട്ടാണ് ഇതുണ്ടോ, റിഫ്ലക്റ്റിൻ്റെ അടിയിലായിട്ട് ആണ് റിവേഴ്സ് ലൈറ്റ് വരിക. പിന്നെ നമ്മൾ മേലെ പിയാനോ ബ്ലാക്ക് ഫിനിഷ്, അത് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ഫിറ്റ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല, കുറച്ച് റേറ്റ് ആവും. പിന്നെ സുസുക്കിൻ്റെ ബാഡ്ജിങ്, വിക്ടോർസ് എന്നുള്ളൊരു ബാഡ്ജിങ്. പിന്നെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണാണ്. പിന്നെ ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ അടിയിലുള്ള ഹാലജൻ ടൈപ്പാണ് ലൈറ്റ് വരിക. ഓക്കെ, ബൂട്ട് സ്പേസ് ഒക്കെ ഞാൻ അവസാനം മെൻഷൻ പറയുന്നുണ്ട്. അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസ് ആണ്, ഞാൻ പിന്നെ കാണിച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പം റിയറിലെ അഡ്ജസ്റ്റബിൾ ആട്ടോ, 3 അഡ്ജസ്റ്റബിളാണ്. പിന്നെ 60/40 സ്പ്ലിറ്റിങ്ങും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഡോറ്. ഡോറിൽ ക്രോം ഫിനിഷോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ഒരു വൈറ്റ് ഫിനിഷും വരുന്നുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ എയറാണ്. പിന്നെ ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു ഫയറിംഗ് ഒന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു സ്പേസും വരുന്നുണ്ട്. പിന്നെ നമുക്ക് റിയർ AC വെൻ്റ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഹാംറസ്റ്റ് വരുന്നുണ്ട്. പിന്നെ AC വെൻ്റ് കൺട്രോൾ ചെയ്യാനുള്ള നോബും. പിന്നെ അടിയിൽ ചാർജിങ് പോർട്ട് അങ്ങനത്തെ USB-C പോർട്ടൊന്നും വരുന്നില്ല. സീറ്റിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഫുൾ അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ് ആണ്, അത് നല്ല തൈ സപ്പോർട്ടുള്ള തന്നെയാണ്. പിന്നെ നടുക്കൊരു ഹാംറസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ചൈൽഡ് സീറ്റ്, നടുക്കും സീറ്റ് പറ്റി മീൻസ് ചൈൽഡിൻ്റെ എല്ലാ സീറ്റും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം സോഫ്റ്റ് ടൈപ്പ് സീറ്റാണ്, നല്ല തൈ സപ്പോർട്ടായാലും ഹെഡ് റൂമൊക്കെ നല്ല ഗ്യാപ്പുണ്ട്. പിന്നെ ലെഗ് റൂമിനായാലും തൈ സപ്പോർട്ടുണ്ട്.
നല്ല നല്ല സീറ്റിംഗ് പൊസിഷനുമാണ്. ഇനി നമ്മൾ ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ, ഡ്രൈവർ സൈഡിലെ ഡോറിലേക്ക് വരുമ്പം നമുക്ക് ട്യൂട്ടറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ട്യൂട്ടർ വരുന്നില്ല. പിന്നെ നമ്മൾ ഡോറ് തുറക്കുന്നത് ഫുൾ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. പിന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ഒരു വൈറ്റ്, അതിൻ്റെ അടുത്ത് വൈറ്റ് ഉണ്ട്. ബാക്കിയെല്ലാം ഇവിടെ ചെറിയൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ 4 ഡോർ പവർ വിൻഡോ, പവർ വിൻഡോ ലോക്കും, പിന്നെ നോർമൽ അൺലോക്കും ലോക്കും, പിന്നെ മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ് വരുന്നുണ്ട്. ഫോൾഡിങ് ഓപ്ഷൻ ബേസ് വേരിയൻ്റ് ഇല്ല. ഞാൻ പറഞ്ഞ ഫയൽ പോക്കറ്റും ബോട്ടിൽ ഹോൾഡറും. പിന്നെ ഈ വണ്ടിക്ക് ഫ്രണ്ട് 2 ഡോറിൽ സ്പീക്കർ വരുന്നുണ്ട്. ബാക്ക് ഡോറിൽ സ്പീക്കറിൻ്റെ ഓപ്ഷനേ ഉള്ളൂ, സ്പീക്കർ വരുന്നില്ല. അപ്പോൾ ഈ ഉള്ളിലോട്ട് വരുമ്പോഴാണ് ഞാൻ ആദ്യം തന്നെ സൈഡിൽ നേരെ ഡ്രൈവർ സൈഡിൽ AC വെൻ്റ് വരുന്നുണ്ട്, പിന്നെ ബാക്കിൽ AC വെൻ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെയാണ് ഫ്രണ്ടിലെ ബോണറ്റ് ഓപ്പണിങ്ങും ഫ്യൂവൽ ടാങ്കിൻ്റെ ഓപ്പണിംഗ് ഒക്കെ വരിക ഇവിടെ ആയിട്ടാണ്. പിന്നെ ട്രാക്ഷൻ കൺട്രോളും, പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പും, പിന്നെ നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് മേലൊരു ബ്ലാക്കും, പിന്നെ അടിയിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ടൈപ്പ് ഒരു AC വെൻറ്റിൻ്റെ അടുത്ത് കൂടെ പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ വൈറ്റ്, പിന്നെ ബ്ലാക്ക്, പിയാനോ ബ്ലാക്ക് ഫിനിഷ്, മാറ്റ് ബ്ലാക്ക്, അങ്ങനെ ഒരു തീമിലെ പോവുകയാണ്. ഫുൾ ബ്ലാക്കോ ഫുൾ വൈറ്റോ അങ്ങനെയൊന്നുമല്ല. ഓക്കെ. പിന്നെ നമുക്ക് മേലത്തെ ബാക്ക് നോക്കുന്ന മിററിലേക്ക് നോക്കുമ്പം നോർമൽ മാനുവലായിട്ടുള്ള ഡിമ്മിങ് ഒക്കെയാണ്. പിന്നെ മേലത്തെ സൺവൈസറിൽ നമുക്ക് പ്രത്യേകിച്ച് കോട്ടറോർ ഉള്ള സൺവൈസർ ആണെങ്കിൽ ഒന്നും വരുന്നില്ല. ഡ്രൈവർ സൈഡിലുള്ള നമുക്ക് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. പിന്നെ ലൈറ്റിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആ പിക്ചർ കിട്ടാൻ ഭയങ്കര കുറവാണ്, ഭയങ്കര റെയറാണ്, പിക്ചർ അങ്ങനെ കിട്ടത്തില്ല. പക്ഷേ അവിടെ 2 ഹാലജൻസ് സ്വിച്ച് ഇട്ടുന്ന ടൈപ്പ് സ്വിച്ചല്ല, നമ്മളിങ്ങനെ ഞെക്കിയാൽ കത്തുന്ന 2 സൈഡിലെ ഹാലജൻ ടൈപ്പ് ബൾബുള്ള ഒരു സംഭവമാണ് വരുന്നത്. പിന്നെ ഈ മിററും ഞാൻ കാണിച്ചു തന്നെ, ഈ മിററും അത് നോർമലാണ്. ഇതാണ് ഫ്രണ്ട് സീറ്റ്, നല്ല കുഷനിങ്ങും തൈ സപ്പോർട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല, അത് നമുക്ക് സെക്കൻഡ് വേരിയൻറ്റ് മുതലാണ് വരിക. പിന്നെ ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, കാരണം നമുക്ക് ഇനിയുള്ള ഫോട്ടോയിൽ അത് കിട്ടുന്നില്ല. നമുക്ക് ഇവിടെ ആംബ്രസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഹാൻഡ് ബ്രേക്ക്, അതിൻ്റെ താഴെ 2 കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. ഓക്കെ. ഇതാണ് സ്റ്റിയറിങ്ങിൽ നമുക്ക് ആദ്യം തന്നെ പറയാം ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടും. പക്ഷേ ഇന്നേ വരെ സുസുക്കീൻ്റെ ലൈനപ്പിൽ ബേസ് വേരിയൻറ്റിൽ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തില്ല. പക്ഷേ വിക്ടോർസിലുണ്ട്. അതിൻ്റെ കൺട്രോൾസ്, കോൾ കട്ട് ചെയ്യുന്നത്, പിന്നെ വോളിയം അപ്പ്, ആ ഒരു കൺട്രോൾസ് അവിടെ വരുന്നുണ്ട് സ്റ്റിയറിങ്ങിൽ. പിന്നെ നോർമൽ റൗണ്ട് സ്റ്റിയറിംഗ് ആണ്. സുസുക്കീൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. നമ്മൾ സുസുക്കിയിൽ ഇന്നേ വരെ കാണാത്തൊരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ വൈപ്പറിൻ്റെ കൺട്രോൾസ്, ലൈറ്റിൻ്റെ കൺട്രോൾസ്. പിന്നെ നമ്മൾ സുസുക്കി കാണുന്ന ടൈപ്പ് ഒരു RPM മീറ്ററും സ്പീഡോ മീറ്ററൊക്കെ തന്നെയാണ്. ടയർ പ്രഷർ, ട്രിപ്പ് A ട്രിപ്പ് B, പിന്നെ മൈലേജ്, ആവറേജ് മൈലേജ്, അങ്ങനെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നടുക്കിലേക്ക് വരുമ്പം ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ റിയർ ക്യാമറ ഒന്നും വരുന്നില്ല, പക്ഷേ സെൻസർ ഉണ്ട്. അപ്പോൾ എല്ലാ വണ്ടിക്കും ബേസിക്കായിട്ടുണ്ടാവും. ഇവിടെ വരുമ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ AC വെൻറ്റ്, കസാർ ലൈറ്റ്, അതിൻ്റെ താഴെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ AC വെൻറ്റ് കൺട്രോൾ ചെയ്യാം. അതിൻ്റെ താഴെയുള്ള ഇവിടെ കൊടുത്ത നോബിലും നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ഈ വട്ടത്തിലുള്ളത് നമുക്ക് വോളിയം അല്ലാണ്ട് കൺട്രോൾ ചെയ്യാനാട്ടോ, മാനുവലായിട്ട്. ഇനി അതിൻ്റെ താഴോട്ട് വരുമ്പം നമുക്ക് ഫോണൊക്കെ ഉള്ളൊരു ഓപ്ഷനും, അതിൻ്റെ താഴോട്ട് വരുമ്പം ഈ ടൈപ്പാട്ടോ കീ ഞാൻ വേറെ കാണിച്ചു തരാം. ഓക്കെ. അതിൻ്റെ താഴോട്ടുള്ള പിക്ചർ ഒരു മിനിറ്റ്. അതിൻ്റെ താഴോട്ട് നമുക്ക് 12 വാട്ടിൻ്റെ ചാർജിങ് പോർട്ടും പിന്നെ ഒരു USB സ്ലോട്ടും ആണുള്ളത്. ഗിയർ ബോക്സ് ഉണ്ടല്ലോ, നോർമൽ നമ്മൾ ഗ്രാൻഡ് വിറ്റാരയിലൊക്കെ കാണുന്ന ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ളൊരു 5 സ്പീഡ് ഗിയർ ബോക്സാണ്. അപ്പോൾ ഇതാണ് നമുക്കവിടെ ഫോൺ വെക്കാനുള്ള ഹോൾഡർ. പിന്നെ അതിൻ്റെ അടിയിൽ 12 വാട്ടിൻ്റെ ചാർജിങ് പോർട്ട്, USB സ്ലോട്ട്. പിന്നെ നമ്മളെ എല്ലാത്തിനും കാണാനുള്ള ടൈപ്പ് ഗ്രാൻഡ് വിറ്റാര ബേസ് വേരിയൻ്റ് മുതലുള്ള പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നതുകൊണ്ട് എല്ലാ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന സുസുക്കിൻ്റെ വണ്ടിക്കുള്ള സെയിം ഇത് കണ്ടോ, സെയിം ബോക്സി ടൈപ്പ് ചെറിയ താക്കോലാണ് വരുന്നത്.
പിന്നെ ഞാൻ ഹാൻഡ് ബ്രേക്ക് നേരത്തെ ഒരു പിക്ചറിൽ കാണിച്ചിനും അതിൻ്റെ അടുത്തുള്ള ബോട്ടിൽ ഹോൾഡറും ഇവിടെ ഉണ്ട്. അത് ക്ലിയർ അല്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ചില വീഡിയോയിൽ കിട്ടില്ല. പിന്നെ 5 സ്പീഡ് ഈ ഒരു ടൈപ്പാണ് ഗിയറിന് വരിക. അതിൻ്റെ സൈഡിൽ വൈറ്റ് പോർഷൻ ബ്ലാക്ക് പോർഷനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സീൻ്റെ അകത്ത് നമുക്ക് കണ്ടോ ഹാൻഡ് ബ്രേക്ക്, പിന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലെ സ്റ്റോറേജ് സ്പേസ് ആണ് ഞാൻ പറഞ്ഞ ബോട്ടിൽ ഹോൾഡേഴ്സ് അവിടെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് LXi പെട്രോൾ മാനുവൽ മോഡലിന്റെ പ്രധാന സവിശേഷതകൾ വ്യക്തമായി മനസ്സിലാക്കാൻ താഴെ പറയുന്ന രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. 1. അളവുകളും ശേഷിയും ഡൈമെൻഷൻസ് ആൻഡ് കപ്പാസിറ്റി. നീളം ലെങ്ത് 4345 മില്ലിമീറ്റർ. ഉയരം ഹൈറ്റ് 1645 മില്ലിമീറ്റർ. വീതി വിഡ്ത്ത് 1795 മില്ലിമീറ്റർ. ഗ്രൗണ്ട് ക്ലിയറൻസ് 210 മില്ലിമീറ്റർ. ബൂട്ട് സ്പേസ് 373 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് അല്ലാത്ത സാധാരണ പെട്രോൾ വേരിയന്റുകളിൽ. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 45 ലിറ്റർ. ഭാരം കർവ് വെയ്റ്റ് ഏകദേശം 1150 മുതൽ 1185 വരെ കിലോഗ്രാം. 2. എഞ്ചിൻ പെർഫോമൻസ് എഞ്ചിൻ പവർ ആൻഡ് ടോർക്ക്. എഞ്ചിൻ സിസി ഡിസ്പ്ലേസ്മെന്റ് 1462 ക്യൂബിക് സെന്റിമീറ്റർ 1.5 LK 1.5 CC. സ്മാർട്ട് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ. പരമാവധി പവർ മാക്സ് പവർ 102 bhp അറ്റ് മിനിറ്റിൽ 6000 റെവല്യൂഷൻ. പരമാവധി ടോർക്ക് മാക്സ് ടോർക്ക് 136.8 ന്യൂട്ടൺ മീറ്റർ അറ്റ് മിനിറ്റിൽ 4400 റെവല്യൂഷൻ. ഗിയർ ബോക്സ് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ. 3. സുരക്ഷാ ക്രമീകരണങ്ങൾ LXi സേഫ്റ്റി ഫീച്ചേഴ്സ് ആൻഡ് റേറ്റിംഗ്. മാരുതി സുസുക്കി സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകി നിർമ്മിച്ച വാഹനങ്ങളിൽ ഒന്നാണിത്. സേഫ്റ്റി റേറ്റിംഗ് ഭാരത് NCAP ഓഫ് ബി NCAP ബൈ ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റുകളിൽ വിക്ടോറിയസ് 5 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് സ്വന്തമാക്കിയിട്ടുണ്ട്. LXiയിലെ പ്രധാന സേഫ്റ്റി ഫീച്ചറുകൾ: 6 എയർ ബാഗുകൾ, ഡ്രൈവർ പാസഞ്ചർ സൈഡ് കർട്ടൻ എയർ ബാഗുകൾ ബേസ് മോഡലായ LXi മുതൽ സ്റ്റാൻഡേർഡായി വരുന്നുണ്ട്. ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വഴുക്കലുള്ള റോഡുകളിൽ വാഹനം നിയന്ത്രണം വിടാതെ സഹായിക്കുന്നു. ABS വിത്ത് EBD പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ചക്രങ്ങൾ ലോക്കായി തെന്നിപ്പോകുന്നത് തടയുന്നു. ഹിൽ ഹോൾഡ് അസിസ്റ്റ് കയറ്റങ്ങളിൽ വാഹനം നിർത്തി മുന്നോട്ടെടുക്കുമ്പോൾ പുറകോട്ട് ഉരുണ്ടു പോകാതിരിക്കാൻ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഇപ്പം ഈ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് ഓൺ റോഡ് പ്രൈസ് 12,55,000 ചെറിയ മാറ്റം വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോറൂമിൽ വരും. ഷോറൂമിലൊക്കെ പോകുമ്പോൾ ചെറിയ വ്യത്യാസം വരും. ഇതിൻ്റെ CNG വരുന്നുണ്ട്. CNGക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ CNGക്ക് 1,00,000 ഡിഫറൻസ് ഉണ്ടാവും. അതിൽ കൂടുതലും ഞാൻ നേരെ കണ്ടിട്ടില്ല. അപ്പോൾ ഏതാണ്ട് നിങ്ങൾ ആ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ 13,50,000 ആ ഒരു റേഞ്ച് അത്രേ പോകുള്ളൂ. അപ്പോൾ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞാൽ നല്ലോ. പിന്നെ ഓട്ടോമാറ്റിക് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട്. ഏകദേശം CNGക്ക് 10-20 മൈലേജ് കിട്ടും. ഹൈബ്രിഡിനായാലും 10-25 കിട്ടും. നമ്മൾ നോർമൽ ഇത് വരുമ്പോഴേക്കും 10-20 കിട്ടും. സുസുക്കിൻ്റെ വണ്ടി പറയാനുണ്ട്. സുസുക്കി അതിനായിട്ട് ബിൽഡ് ചെയ്യാണ്. ഇപ്പോൾ സേഫ്റ്റി എല്ലാം ഒക്കെ പക്കയാണ്. ഇത്രയേ ഉള്ളൂ. ഇനിയും വീഡിയോ ഒക്കെ വരും. നമ്മളെല്ലാത്തിൻ്റെയും ഇനി മുതൽ എല്ലാത്തിൻ്റെയും ബേസ് വേരിയൻ്റ് ആയിരിക്കും ചെയ്യുക. അതിന് ശേഷം എല്ലാം അല്ല, നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ട് ഇതുള്ളൊരു ഓർമ്മയിൽ വെച്ചിട്ട് ബേസ് വേരിയൻ്റ് ചെയ്തിട്ട് പിന്നെ ഈ വണ്ടീനെ തന്നെ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് വേരിയൻ്റ് നമ്മളിടും. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഷഫിളായിടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക. നമ്മൾ കുറച്ചുകൂടി വിസിബിലിറ്റിയിൽ നല്ല നേരിട്ട് കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.